നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്ഫാൻ മാനസിക രോഗത്തിന്റെ ആനുകൂല്യത്തിൽ ഊരിപ്പോകാതിരിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് പോലീസ് സേന. നിലവിലുള്ള സാഹചര്യത്തിൽ അഫ്ഫാൻ ഊരിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് നിയമത്തിലെ കുരുക്കുകൾ അഫ്ഫാന്റെ കഴുത്തിൽ മുറുക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. സാധാരണഗതിയിൽ അതിനിഷ്ഠൂരമായി പ്രവർത്തിച്ച പ്രതി മാനസിക രോഗത്തിന്റെ പേരിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ചില മനഃശാസ്ത്ര വിദഗ്ധരും ഈ ദിശയിൽ പോലീസിന് സൂചന നൽകിയിട്ടുണ്ട്. 3 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയ അഫ്ഫാൻ മരണത്തെയും കൊലപാതകത്തെയും ഭയപ്പെട്ടിരുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തി. സിനിമാ പ്രേമിയായ അഫ്ഫാൻ കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത് പ്രതികാരദാഹിയായ നായകന്മാരെയാണ്. താനുമായി അടിപിടി കൂടിയ യുവാവിനെ തിരികെ മർദ്ദിക്കുന്നതുവരെ ചെരുപ്പിടാതെ നടന്നത് കുറച്ചുനാൾ മുൻപാണ്. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ നായകനെ പോലെ പക മനസ്സിൽ കെടാതെ സൂക്ഷിക്കുകയായിരുന്നു. മാർക്കോ സിനിമയിലെ കൂട്ടക്കൊലപാതകം പോലെ കൊലപാതക പരമ്പരയാണ് അഫ്ഫാൻ നടത്തിയത് എന്ന് പോലീസ് കരുതുന്നു. സിനിമയുടെ സ്വാധീനം അന്വേഷണം ഉദ്യോഗസ്ഥരും സംശയിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എലിവിഷം കഴിച്ചിട്ടുണ്ട്. നേരത്തെ ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ഒരിക്കൽ ശ്രമിച്ചിരുന്നു. മറ്റൊരിക്കൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചതായി നാട്ടുകാർ പറയുകയാണ്. ഇതെല്ലാം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കടക്കണി കാരണം പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ചില ബന്ധുക്കൾ സൂചന നൽകുന്നുണ്ട്. ആഡംബര ഭ്രമം കടക്കണി വർദ്ധിപ്പിച്ചിട്ടും നിർത്താൻ തയ്യാറായില്ല. ബുള്ളറ്റ് വിറ്റാണ് ഹിമാലയ ബൈക്ക് വാങ്ങിയത്. അടുത്തിടെ ഐഫോണും വാങ്ങി. ഇതെല്ലാം കടം വാങ്ങിയാണ് സ്വന്തമാക്കിയത്. കടക്കാർ നിരന്തരം ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് ഷെമി മക്കളോട് പറയാറുണ്ടായിരുന്നത്രേ. ദിവസവും 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസിയായ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്ര വലിയ കൊലപാതകിയായത് എന്ന് അമ്പരക്കുകയാണ് അന്വേഷണ സംഘം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കല്യാണങ്ങൾക്ക് അമ്മയും 2 മക്കളും ഒന്നിച്ചാണ് പങ്കെടുക്കാറുള്ളത്. അത്രയ്ക്ക് ഇഴയടപ്പം ഉണ്ടായിരുന്ന കുടുംബത്തിൽ ഒറ്റ ദിവസം കൊണ്ട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഇവർ ആശ്ചര്യപ്പെടുന്നത്. മയക്കുമരുന്നിന്റെയും മാനസിക രോഗത്തിന്റെയും സാധ്യതകൾ ഇവിടെയാണ് പ്രസക്തമാവുന്നത്. അഫ്ഫാൻ മയക്കുമരുന്നിന്റെ പിടിയിലാണ് എന്ന കാര്യം തെളിയിക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയിൽ മദ്യം മാത്രമേ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മയക്കുമരുന്ന് ഉപയോഗം തെളിഞ്ഞില്ല എങ്കിൽ മാനസിക രോഗമാണ് എന്ന് കരുതേണ്ടി വരും. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് അന്വേഷണ സംഘം കരുതുന്നു. പുതിയ മൊബൈൽ ഫോണുകളോടും ബൈക്കുകളോടുമായിരുന്നു പ്രതി അഫ്ഫാന് കമ്പം. അഫ്ഫാൻ പറഞ്ഞത് അനുസരിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ കാറ് വാങ്ങുന്നത്. കോവിഡിന് മുൻപ് വരെ പിതാവ് അബ്ദുൾ റഹീമിന്റെ ഗൾഫിലെ ബിസിനസ് നല്ല നിലയിലാണ് പോയിരുന്നത്. ആ സമയത്ത് ആഡംബര ജീവിതമായിരുന്നു അഫ്ഫാന്റേത്. കുടുംബത്തിന് കടബാധ്യത വന്നതോടുകൂടി എല്ലാം തകിടം മറിഞ്ഞു. അമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടുകൂടെ കുടുംബം കടുത്ത സമ്മർദ്ദത്തിലായി. അതിനിടെ അഫ്ഫാന്റെ ബുള്ളറ്റും കാറും വിറ്റതായും സൂചനയുണ്ട്. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞാണ് 1.5 ലക്ഷം രൂപയ്ക്ക് പുതിയ ബൈക്കും ഫോണും വാങ്ങിയത്. കടം കൂടിയതോടുകൂടി ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന് അഫ്ഫാന് ആശങ്കയുണ്ടായിരുന്നതായും വിലയിരുത്തലുണ്ട്. പണവായൂരിലെ കോളേജിൽ ബികോം പഠനം പാതി വഴിയിൽ നിർത്തിയ അഫ്ഫാന് സുഹൃത്തുക്കൾ കുറവാണ്. മാതാവ് ഷെമിയുടെ നാടായ പേരുമലയിൽ സ്ഥലം വാങ്ങി 10 വർഷം മുമ്പാണ് കുടുംബം വീട് വെച്ചത്. പിതാവിന്റെ മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം കവർന്ന മാല പണയം വെച്ചു കിട്ടിയ തുകയിൽ നിന്ന് 40,000 രൂപ കടം വീട്ടാനാണ് അഫ്ഫാൻ ഉപയോഗിച്ചതെന്നും അറിയുന്നു. എന്നാൽ ഇതൊന്നും കൂട്ടക്കൊലയിലേക്കുള്ള കാരണമായി പോലീസ് കരുതുന്നുമില്ല. അഫ്ഫാന്റെ കടുത്ത സാമ്പത്തിക ബാധ്യത കാമുകി ഫർസാനയ്ക്കും അറിയാമായിരുന്നു എന്നാണ് വിവരം. ഫർസാനയുടെ ഒരു സ്വർണ്ണമാല വാങ്ങിയും അഫ്ഫാൻ പണയം വെച്ചിരുന്നു. ഇക്കാര്യം വീട്ടിൽ അറിയാതിരിക്കാൻ സ്വർണം പൂശിയ മറ്റൊരു മാല ഫർസാനയ്ക്ക് വാങ്ങി നൽകി. അഫ്ഫാന്റെ സാമ്പത്തിക ബാധ്യതയെപ്പറ്റി ഫർസാന തന്റെ അമ്മയോട് പറഞ്ഞിരുന്നു. അഫ്ഫാനുമായി പ്രണയത്തിലാണെന്ന കാര്യം ഫർസാനയുടെ കുടുംബത്തിലെ ചിലർക്ക് അറിയാമായിരുന്നുവെന്നും സൂചനയുണ്ട്. അഫ്ഫാൻ നല്ലൊരു ജോലി ലഭിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാമെന്ന നിലപാടിലായിരുന്നു ഫർസാന. മനസാക്ഷി ഞെട്ടിച്ച അരുംകൊലകൾ നടത്താൻ യുവാവിന് നയിച്ചതിന്റെ കാരണങ്ങൾ തേടുകയാണ് പോലീസും നാട്ടുകാരും. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള അനിശ്ചിതത്വമാണ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് യുവാവ് പോലീസ് നൽകിയ ആദ്യ മൊഴിയെന്നാണ് പ്രാഥമിക വിവരം. ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. വിവാഹം നിശ്ചയിച്ചതിലുള്ള പകയാണ് ക്രൂരകൃത്യത്തിന് യുവാവിനെ പ്രേരിപ്പിച്ചത് എന്ന സൂചന ലഭിച്ചതിനാൽ അത് സംബന്ധിച്ച അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു പുറമെ സ്വന്തമായി നടത്തിയിരുന്ന ബിസിനസ് തകർന്നതും കാരണമായി പറയപ്പെടുന്നു. ഇങ്ങനെ പലരും നിഗമനങ്ങളുള്ളതിനാൽ തന്നെ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. 75 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിലുള്ളതെന്നാണ് വിവരം. വിദേശത്ത് ബിസിനസ് നടത്തിയത് നഷ്ടത്തിലായി. നാട്ടുകാരിൽ നിന്ന് കുറെ പണം വാങ്ങിയത് വീട്ടാനുമുണ്ട്. ഇങ്ങനെ കടുത്ത സാമ്പത്തിക
പ്രതിസന്ധി നേരിട്ടതിനാൽ തന്നെ വീട്ടിൽ കൂട്ടാത്മഹത്യയ്ക്ക് പദ്ധതിയിട്ടിരുന്നതായി യുവാവ് പോലീസിനോട് പറഞ്ഞതാണ് വിവരം. മാതാവിനെ ആദ്യം കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. തുടർന്ന് എല്ലാവരെയും കൂട്ടി വിഷം കഴിച്ച് മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. മരിക്കാതെ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. തുടർന്ന് വെഞ്ഞാറമൂട്ടിൽ പോയി ചുറ്റിക വാങ്ങി വീട്ടിലെത്തി മാതാവിന്റെ തലക്കടിച്ചു. ഇതിലാണ് പോലീസ് അസ്വാഭാവികത കാണുന്നത്. പിന്നീടാണ് മുത്തശ്ശിയെയും അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത്. വീട്ടിൽ തിരിച്ചെത്തിയ അഫ്ഫാൻ അവിടെ ഉണ്ടായിരുന്ന സഹോദരനെ കൊലപ്പെടുത്തി. തങ്ങളെല്ലാം മരിച്ചാൽ അനാഥയാകുമെന്ന് കരുതി പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ച് കൊലപ്പെടുത്തി എന്നാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത്. സ്വയം വിഷം കഴിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഇവിടെയാണ് മനഃശാസ്ത്ര വിദഗ്ധർ ഒരു സംശയം ഉന്നയിക്കുന്നത്. വിഷം കഴിച്ചു മരിക്കാൻ ശ്രമിച്ചയാൾ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം സമ്മതം നടത്തിയത്? ഇത് ശരിയായ മാനസികാവസ്ഥയായി പോലീസ് കരുതുന്നില്ല. താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് അഫ്ഫാൻ പോലീസിനോട് തുറന്നു പറഞ്ഞത് ഒരു ഭാവവ്യത്യാസവുമില്ലാതെയാണ്. സഹോദരനടക്കം സ്വന്തം വീട്ടുകാരെയും പെൺസുഹൃത്തിനെയും കൂട്ടക്കൊല നടത്തി എന്ന ഒരു കൂസലുമില്ലാതെയുള്ള കുറ്റസമ്മതം കേട്ട് പോലീസും ഒന്ന് നടുങ്ങി. 2 മണിക്കൂറിനുള്ളിൽ 3 വീട്ടിലെത്തിയ നടത്തിയ ഈ ക്രൂരതയാണ് യുവാവ് ലഹരിക്കടിമയാണ് എന്ന് പോലീസ് കരുതാനുള്ള പ്രധാന കാരണം. ആളുകളുമായി വലിയ സമ്പർക്കമൊന്നുമില്ലെങ്കിലും വലിയ കുഴപ്പക്കാരനായിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ ഇത്രയും ഹീനകൃത്യം നടത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുകയല്ലേ ഉള്ളൂ എന്ന് നാട്ടുകാരിൽ ഒരാൾ മാധ്യമങ്ങളോട് ചോദിച്ചു. സ്വബോധമുള്ള ഒരാൾക്കും സ്വന്തം വീട്ടുകാരെ കൂട്ടത്തോടെ ഇങ്ങനെ കൊടും ക്രൂരതയ്ക്കും കൊലപാതകത്തിനും പാതകമാക്കാൻ കഴിയുകയില്ല. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഇത്രമാത്രം ക്രൂരത കയറിക്കൂടിയത് എങ്ങനെയെന്ന അന്വേഷണം ഇതുവരെയും ഒരറ്റത്തും എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം.